വാക്കിലൂടെ ദൈവന പഠനമായുള്ള ബന്ധത്തിൽ നമുക്ക് ആയിരിക്കാൻ നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ വഴികളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും വ്യാപരിച്ചല്ലോ. നമ്മുടെ ജോലികളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. ഒരു രാത്രി കൂടെ ആയിരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുന്നല്ലോ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൊലോസ്യ ലേഖനത്തിൽ നിന്നാണല്ലോ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച് തുടങ്ങിയത്. കൊലോസ്യ ലേഖനത്തിൽ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ ചിന്തിപ്പാനായി പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് തൊട്ടുപോയായിരുന്നു. എപ്പഫ്രാസ് ആണ് ഈ ദൈവസഭയുടെ സ്ഥാപകനെന്ന് ചിന്തിക്കപ്പെടുന്നു. എപ്പഫ്രാസ് പ്രത്യേകമായി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഭാഗം അവസാനിപ്പിച്ചത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കാം. നിങ്ങൾക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി, ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി, അതായത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ പട്ടണം അല്ലെങ്കിൽ കൊലോസ്യ സഭ സന്ദർശിച്ചിരുന്നില്ല എന്നൊരു തെളിവ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവിടെ പോകാതെ കാരാഗൃഹത്തിൽ നിന്നും ഈ ലേഖനങ്ങൾ പ്രത്യേകിച്ച് ലവോദിക്കയ്ക്കുള്ളവർക്കും അതുപോലെ കൊലോസ്യയിലുള്ളവർക്കുമായിട്ടുള്ള കൊലോസ്യ സഭയ്ക്കായിട്ടുള്ള ഈ ലേഖനം അദ്ദേഹം കാരാഗൃഹത്തിൽ നിന്നാണ്, കാരാഗൃഹ ലേഖനങ്ങളിൽ ഒന്നാണിത്, കാരാഗൃഹത്തിൽ നിന്നാണ് എഴുതുന്നത്. എന്നാൽ അദ്ദേഹം നേരിട്ട് ഈ വിശ്വാസികളെ കണ്ടിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അദ്ദേഹം മുമ്പേ നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എന്നുള്ള പദം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂശയിൽ കൂടെയും ഫ്രുഗ്യയിൽ കൂടെയും ഗലാത്യയിൽ കൂടെയും ഒക്കെ പൗലോസ് സഞ്ചരിച്ച വഴികളിൽ ഒരുപക്ഷെ കൊലോസ്യ സഭയിൽ അദ്ദേഹം പോയിരിക്കാം എന്നൊരു ചിന്ത വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം കൊലോസ്യ സഭ സന്ദർശിച്ചിരുന്നില്ല. തൻ്റെ ലേഖനങ്ങളിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ശക്തമായി പോരാടി എന്ന് പല വേദഭാഗം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കൊലോസ്യ സഭ ഒരു മിക്സഡ് സഭയായിരുന്നു. നല്ല ധനവാന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ അടിമകളായിട്ടുള്ള ദാസന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. വേർതിരിവില്ലാതെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ചില ദൂതുകൾ സാമ്പത്തികമായി ഉയർന്നവരും കുറഞ്ഞവരും അടിമകളും ദാസന്മാരും സമ്പന്നന്മാരും എല്ലാവർക്കും മിക്സായിട്ടുള്ള ഒരു സഭയായതുകൊണ്ട് പല വാക്യങ്ങളിൽ നിങ്ങളുടെ വേർതിരിവ് ആ രീതിയിൽ കാണിക്കരുതെന്നുള്ള ചിന്തകളൂടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നുള്ള ചിന്തകൾ അദ്ദേഹം കൊലോസ്യ സഭയ്ക്ക് കൈമാറാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിലോമോന്റെ വീട്ടിലെ സഭയാണ് പിന്നത്തേതിൽ കൊലോസ്യ പട്ടണത്തിലേക്ക് സഭ വ്യാപരിച്ചു എന്ന് കരുതുന്നു. ഫിലോമോന്റെ ഭവനത്തിലാണ് അത് ആരംഭിച്ചതെന്ന് ചിന്തിക്കപ്പെടുന്നു. കൊലോസ്യ സഭയുടെ പാസ്റ്റർ ആരായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എപ്പഫ്രാസ് അല്ല, അർഹിപ്പോസ് അല്ലെ. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പാസ്റ്ററോട് വന്ദനം ചൊല്ലിക്കൊണ്ട് ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്. അത് അർഹിപ്പോസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലെ. കൊലോസ്യർക്ക് എഴുതിയ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. പ്രാർത്ഥനയിൽ 2-3 വാക്യങ്ങൾ. പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മരണം പ്രസ്താവിപ്പാൻ. അപ്പോൾ എനിക്ക് ബന്ധന കാരണമായ ശാരീരികമായ ബന്ധനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹം കാരാഗൃഹത്തിലായിരുന്നപ്പോഴാണ് ഈ ലേഖനം എഴുതിയത്. കാരാഗ്രഹ ലേഖനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? കാരാഗ്രഹ ലേഖനങ്ങൾ 4 കാരാഗ്രഹ ലേഖനങ്ങളാണ്. അതായത് ജയിലിൽ നിന്ന് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളാണ് 4 ലേഖനങ്ങൾ. ഒന്ന് എഫേസ്യർ, ഫിലിപ്പിയർ, ഫിലോമോൻ, അതുപോലെ കൊലോസ്യം. ഈ 4 ലേഖനങ്ങളാണ് അദ്ദേഹം കാരാഗ്രഹത്തിൽ എഴുതിയത്. AD 62 റോമൻ കൈസറുടെ ഫൈനൽ വിധി വരുന്നതിന് മുമ്പ് അദ്ദേഹം ജയിലിലായിരുന്ന സമയത്താണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയതെന്ന് കരുതുന്നത്. എന്തിനാണ് കൊലോസ്യ ലേഖനം എഴുതിയിരിക്കുന്നത്? എന്ത് പർപ്പസാണ് കൊലോസ്യ ലേഖനത്തിന്റെ, അല്ലെങ്കിൽ ഈ ലേഖനങ്ങളുടെ എല്ലാം പർപ്പസ് എന്തായിരുന്നു എന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൽ. അല്ലെ 1980 രക്ഷിക്കപ്പെട്ടതായിരിക്കാം, അല്ലെ 1900 രക്ഷിക്കപ്പെട്ടതായിരിക്കാം. നമുക്കൊക്കെ രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു വർഷം പറയാനുണ്ട്, സ്നാനപ്പെട്ടതിന്റെ ഒരു വർഷം പറയാനുണ്ട്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വർഷം പറയാനുണ്ട്. അതായത് എന്നെ യേശുവിനെ കൈക്കൊണ്ടു, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞ ഒരു കാലം നമുക്ക് പറയാനുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടുവെങ്കിൽ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം.
കൂട്ടായ്മയിൽ നടക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളും ലോകത്തിൻ്റെതായിട്ടുള്ള രീതികളും ഒക്കെ നമ്മെ സ്വാധീനിക്കും. അപ്പോൾ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ദൈവസഭയോട് നമുക്കുള്ള കൂട്ടായ്മ പോലെ, അല്ലെ, വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ പോലെ യേശു കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും കൂട്ടായ്മയും നമുക്ക് കൂട്ടായ്മ ഉള്ളത് പിതാവായ ദൈവത്തോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള കൂട്ടായ്മ എന്ന് പല ഭാഗങ്ങൾ അപ്പോസ്തലൻ എഴുതുന്ന കാണാം. നമുക്ക് കൂട്ടായ്മ ഉള്ളത് തൃത്വത്തോടാണ്, അല്ലെങ്കിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിനോടാണ് നമ്മുടെ കൂട്ടായ്മ എന്ന് പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസത്തിന് മുഖാന്തരമായി തീർന്ന യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ, യേശുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് നാം രക്ഷിക്കപ്പെട്ടു. അതേ സമയത്തുണ്ടായിരുന്ന സന്തോഷവും കർത്താവിനോടുള്ള വാഞ്ചയും ഒക്കെ കണ്ടിന്യൂസ് ആയി തുടരണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രക്ഷിക്കപ്പെട്ട സമയത്തെ ആ സന്തോഷം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ സമയത്തെ ആ സന്തോഷം പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ്, അല്ലേ? അപ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കുക, കൂട്ടായ്മയിൽ തുടരുക. അതിനാണ് ഈ ലേഖനം കൊലോസ്യ സഭയ്ക്ക് എഴുതുന്നത്. യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുക, അവനിൽ വേരൂന്നുക, കർത്താവിൽ വേരൂന്നുക, അവനിൽ വേരൂന്നുകയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിക്കണം. അപ്പോൾ ആത്മീക വർധന പ്രാപിക്കണം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നമ്മൾ ജോലി ചെയ്തിരുന്നുണ്ട്, നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്, തിരക്കുകളുള്ളവരാണ്. പക്ഷെ നമ്മുടെ അകത്ത് എപ്പോഴും ആത്മാവിൽ നിറയണം, ആത്മീക വർധന പ്രാപിക്കണം എന്നൊരു ആഗ്രഹമാണ്. കർത്താവിനോട് ചേർന്ന് ലഭിക്കുന്ന സമയങ്ങൾ കുറച്ച് ചുരുക്കമായ ചില സമയങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? വ്യാഴാഴ്ച 1 മണിക്കൂർ, കഷ്ടിച്ച് 1 മണിക്കൂർ, ശനിയാഴ്ച നമുക്ക് കഷ്ടിച്ച് 2 മണിക്കൂർ, മൊത്തം ഒരാഴ്ചയിൽ 3 മണിക്കൂർ, അല്ലേ? നമ്മൾ ദൈവസഭയായി കൂടുന്നു, ദൈവത്തോട് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും ഒക്കെയാണ്. അപ്പോൾ ആത്മീക വർധന എങ്ങനെ പ്രാപിക്കണം, ആത്മാവിൽ എങ്ങനെ നിറയണം എന്ന ചിന്ത നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അവനിൽ വേരുന്നണം, ആത്മീക വർധന പ്രാപിക്കണം. മാത്രമല്ല അപ്പോസ്തലന്മാർ ഉപദേശങ്ങൾ ഒത്തുവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിയണം. ഉണ്ടോ? ഇതൊക്കെ കാര്യങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. കർത്താവിൽ വേരുക, സ്തോത്രത്തിൽ കവിയുക, എപ്പോഴും സ്തോത്രം പറയുന്നവരായി, ദൈവത്തിന് നന്ദിയുള്ളവരായി തീരണം. പിറുപിറുപ്പ് ഇല്ലാത്തവരായി, എനിക്കതില്ല, എനിക്കിതില്ല, അത് നടന്നില്ല, ഇത് നടന്നില്ല, പിറുപിറുപ്പല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രത്തിൽ കവിഞ്ഞ് ഇരിക്കുക. ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കവിഞ്ഞ് തുളുമ്പി പുറത്തേക്ക് ചാടുന്നത് പോലെ കവിഞ്ഞിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിക്കും. അപ്പോൾ ഈ പർപ്പസിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. കർത്താവിൽ വേരൂന്നുക. അവിടെ കുറച്ച് ദുരുപദേശങ്ങളൊക്കെ കൊലോസ്യ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിരുന്നു. അതിനെ കൂടെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലേഖനം കർത്താവിൽ കൂടെ ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ കർത്താവിൽ വേരൂന്നുക, ആത്മീക വർധന പ്രാപിക്കുക, വിശ്വാസത്തിൽ വർദ്ധിക്കുക, സ്തോത്രത്തിൽ കവിയുക. ഇതായിരിക്കണം അതിന്റെ പർപ്പസ്, കർത്താവിനുള്ള കൂട്ടായ്മ. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ അദ്ദേഹം ഈ ദൈവസഭയെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവേ ഉള്ളെങ്കിലും അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയ്ക്ക് ലേഖനം എഴുതുകയും ആത്മാവിൽ സഭയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ആ ഭാഗം താഴോട്ട് വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം താഴോട്ട് വരുമ്പോൾ, ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ഈ ദൈവസഭയെ കണ്ടിട്ടില്ലെങ്കിലും പേഴ്സണലി മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ആരാധിച്ചും ആത്മാവിൽ പോരാടിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഈ ലേഖനത്തിന്റെ എഴുത്തിന്റെ ഉദ്ദേശം കൂടെ, ഈ ലേഖനം മാത്രമല്ല പൗലോസ് അപ്പോസ്തലന്റെ മറ്റ് എഴുത്തുകളുടെ എല്ലാം ഉദ്ദേശം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ലേഖനം 16 നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കക്കാർക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലെറ്ററാണ്, അല്ലേ? പണ്ട് കാലത്ത് നമുക്ക് ഇംഗ്ലണ്ട് നമുക്ക് കണ്ട് കേട്ടിട്ടുണ്ടോ പിള്ളേർ? പോസ്റ്റ് കാർഡ് ഇംഗ്ലണ്ട് നമുക്ക് കണ്ടിട്ടുണ്ടോ പണ്ട് കാലത്ത്, അല്ലേ? ഇത് നമ്മുടെ വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലായിരുന്നു. പണ്ടെന്റെ മെസ്സേജ് ഓപ്പൺലി എല്ലാവരും കണ്ടോട്ടെ എന്നാലും കുഴപ്പമില്ലെന്നുള്ള മെസ്സേജുകളാണ് പോസ്റ്റ് കാർഡ് നമ്മൾ എഴുതി അയക്കുന്നത്. ഇതിൻ്റെ അടുത്ത് മീറ്റിംഗ് ഉണ്ട്, നടന്നു വരണം, അല്ലേ? പോസ്റ്റ് കാർഡ് കണ്ടിട്ടുണ്ടോ കുഞ്ഞാണ്? ഇല്ല, ഉണ്ടോ? അപ്പോൾ ഇംഗ്ലണ്ട്, അല്ലേ? ഒട്ടിച്ച് നമുക്ക് രഹസ്യമായി കാര്യങ്ങൾ കൈമാറാൻ വേണ്ടി ഇല്ലല്ലോ. ഇപ്പൊ ഇതൊന്നും ഇല്ല, അല്ലേ? പോസ്റ്റ് ഓഫീസിലൊക്കെ വളരെ കുറച്ച് ആൾക്കാരാണ് ഇപ്പൊ പോകുന്നത്. പോസ്റ്റ് ഓഫീസ് മറ്റേ എന്താ പൈസ വർദ്ധിപ്പിക്കുന്ന എന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് ആൾക്കാർ അവിടെ പോയി അതിന് ചേരാറുണ്ട്. അല്ലാതെ പോസ്റ്റ് ഓഫീസിലൊക്കെ വളരെ കുറച്ച് ആൾക്കാരാണ് പോകുന്നത്. എല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം കിട്ടും.
അപ്പോൾ പണ്ട് ലെറ്റേഴ്സ് ആയിരുന്നു, ഇത് ഒരു ലെറ്ററാണ്, കൊലോസ്യ സഭയ്ക്ക് കൊടുക്കുന്ന ലെറ്ററാണ്, ലെറ്റേഴ്സ് ആണെന്ന് അയച്ചിരുന്നത്. ലവോദിക്യ സഭയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റർ ഇവിടെ വായിക്കണം, കൊലോസ്യ സഭയിൽ വായിക്കണം. കൊലോസ്യ സഭയ്ക്ക് വായിച്ചതിന് ശേഷം അവിടെ വായിക്കണം, ലവോദിക്കയ്ക്ക് വായിക്കണം. ഇവിടെ രണ്ടിടത്ത് വായിച്ച ശേഷം പ്രാസംഗികം വരുമ്പോൾ നമ്മൾ വായിക്കുക. നോക്കണമേ, ദൈവത്തിന്റെ ശക്തിയും ആ പവറും ഒന്ന് നോക്കിയേ. എത്ര വർഷം കഴിഞ്ഞു, എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ അല്ലേ മരണപ്പെട്ടു അല്ലേ, ദൈവവചനത്തിൽ ഒരു മാറ്റവും. ഹല്ലേലൂയ. അദ്ദേഹത്തിൽ കൂടെ വെളിപ്പെട്ട ദൈവിക ആലോചനകൾ കൊലോസ്യ സഭയ്ക്കും ലവോദിക്യ സഭയ്ക്കും ഒക്കെ വെളിപ്പെട്ട ദൈവാലോചനകൾ ഇന്ന് രാത്രിയിൽ റാസൽ കൈമയിൽ ഈ ചെറിയ ഈ കൂടാരത്തിൽ നമ്മൾ കേൾക്കുക. ഹല്ലേലൂയ. പവറൊന്ന് ആലോചിക്കുക. പരിശുദ്ധാത്മാവിനാൽ ധരിക്കപ്പെട്ടതുകൊണ്ടാണ്. എത്ര കാലഘട്ടം കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റമില്ലാതെ ഇന്നും ശക്തി പകർന്ന കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട്, പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അപ്പോൾ ആ വെളിപ്പാട് ഇന്ന് രാത്രിയിലും വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. എവിടെയും വായിച്ചിട്ട് തീരുന്നില്ല, എവിടെയും പ്രസംഗിച്ചിട്ട് തീരുന്നില്ല. പരിശുദ്ധാത്മാവുള്ള ആലോചനകൾ വീണ്ടും ഇനി നമ്മുടെ കാലഘട്ടം കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞാലും ഇതിന് മാറ്റമൊന്നുമില്ല അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ 10 വർഷം കഴിഞ്ഞ ഈ ചെണ്ടോറുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ, അന്ന് ഇവിടെ ഒരു സഭ ഉണ്ടെങ്കിൽ, അന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഈ കൊലോസ്യ ലേഖനം ശുശ്രൂഷിപ്പാനിടയാണ്. കാരണം ദൈവജനത്തിന് ബന്ധനമില്ല. ഹല്ലേലൂയ. ദൈവജനത്തെ കെട്ടുവാൻ ആർക്കും കഴിയത്തില്ല, ഒരു ശക്തിക്ക് ദൈവജനത്തെ ഒതുക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകന്മാരിൽ കൂടെ എഴുതപ്പെട്ട ആലോചനകളാണ്. പരിശുദ്ധാത്മാവിനെ തടുക്കാൻ കഴിയത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ തടുക്കാൻ കഴിയുകയില്ലെങ്കിൽ അവന്റെ വചനങ്ങളെയും തടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത് അനുഗ്രഹത്തിനായി, ദൈവസഭയുടെ വർദ്ധനവിനായി, അനുഗ്രഹത്തിനായി, പരിശുദ്ധാത്മ നിറവിനായി പരസ്പരം വായിക്കണമെന്നുള്ളതൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമുള്ള ചില ചിന്തകളൊക്കെ അതിനകത്തുണ്ട്. ഒന്ന് നമ്മൾ വായിച്ചു പോയതാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ 1:16 പെട്ടെന്ന് വായിക്കാം. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അത് നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവ് മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ രാസകീയമായിരിക്കുന്നതും കർത്താവ് മുഖാന്തരമാണ്. കർത്താവ് മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് സകലം സൃഷ്ടിച്ചത്. ഈ ഭൂമി ഉണ്ടാക്കിയത് അതവനെ സൃഷ്ടിച്ചത്. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അത് നമ്മൾ പഠിച്ചതാണ്. പ്രോട്ടോകോസ് എന്നുള്ള പദം നമ്മൾ ചിന്തിച്ചു അല്ലേ. പരമാധികാരി എന്നുള്ള പദം, ഇമേജ്, ദൈവത്തിന്റെ സ്വരൂപമായിരുന്നവൻ, അവൻ പ്രതിമയായിരുന്നു എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. പ്രതിമ എന്നുള്ള പദം എന്താണ്? അധികാരത്തെ കാണിക്കുന്നതാണ് അല്ലേ, ശ്രേഷ്ഠതയെ കാണിക്കുന്നതാണ്. അവൻ ദൈവത്തിന്റെ ശ്രേഷ്ഠത ഉള്ളവനായിരുന്നു, പരമാധികാരമുള്ളവനായിരുന്നു എന്നാണ് ആ പ്രതിമ എന്നുള്ള പദത്തിന്റെ മീനിങ്. അത് നമ്മൾ ചിന്തിച്ചതാണ് അല്ലേ. ഇനി 20ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എന്താണ് ഈ സമാധാനം അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മൾ പറയുന്ന സമാധാനമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യനോട് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരുന്നു. ആദം പാപം ചെയ്തപ്പോഴേ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. യാഗങ്ങൾ ദൈവം ജനത്തിന് നൽകി, ന്യായപ്രമാണം ദൈവം ജനത്തിന് നൽകി. ഇവരൊന്നും ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവൻ മുഖാന്തരമാണ് സമാധാനം ഉണ്ടാക്കപ്പെട്ടത്. ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട്, നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട്, പ്രായശ്ചിത്തമായി നമുക്ക് വേണ്ടി യാഗമായി മരിച്ച് അടക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടായത്. അവനെന്ത് ചെയ്തു? ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ പിതാവായ ദൈവം തന്റെ പുത്രനായ ദൈവത്തെ, ആ തൃത്വത്തിൽ ഒരുവനെ ഭൂമിയിലേക്ക് അയച്ചത് നാമുമായിട്ട് നിരപ്പ് പ്രാപിപ്പാനാണ്. പാപം നിമിത്തം ദൈവജനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മയിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവൻ മുഖാന്തരം ദൈവത്തോട് നമുക്ക് എന്ത് ലഭിച്ചു? നിരപ്പ് പ്രാപിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. 1:5 നമ്മൾ ചിന്തിച്ചതാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പിതൃത്വ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ അവിടെ ഉണ്ട്. അവർ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുള്ള പദവും നാം ചിന്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കൊലോസ്യ സഭയിൽ 2-3 ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്നതിലൂടെ
ജ്ഞാനത്തിലൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത് അവിടെ ഉണ്ടായിരുന്നത് ജ്ഞാനമതമായിരുന്നു. ജ്ഞാനമതം. അപ്പോൾ ദൈവസഭയ്ക്കകത്തും പട്ടണത്തിലുള്ള ചിലരിൽ കൂടെ ഈ ജ്ഞാനമതം ദൈവസഭയ്ക്കകത്തും കടന്നു കയറുന്നു എന്നുള്ള അറിവ് എപ്പഫ്രാസിൽ കൂടാണ് പൗലോസ് അപ്പോസ്തലന് ലഭിക്കുന്നത്. നേരിട്ട് വരെ കണ്ടിട്ടില്ലല്ലോ. എപ്പഫ്രാസാണ് ഈ ന്യൂസുകളെല്ലാം അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് മനസ്സിലായി ഈ ജനത്തിനിടയിൽ ജ്ഞാനമതത്തിന്റെ സ്വാധീനം ഉണ്ടാകുന്നു. ജ്ഞാനമതം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവദൂതന്മാരെ ആരാധിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറുവാൻ ഇടയായി തീർന്നു. ദൈവത്തെ മാത്രമല്ല ദൈവത്തിന്റെ ദൂതന്മാരെയും കൂടെ ആരാധിക്കാമെന്നുള്ള പഠനങ്ങൾ, ദുരുപദേശങ്ങളൊക്കെ നമുക്കറിയാം. ഈ കാലഘട്ടത്തിലൊക്കെ പല ദുരുപദേശങ്ങൾ ഇറങ്ങാറുണ്ട് അല്ലേ? വെറൈറ്റിക്ക് വേണ്ടി പല ടൈപ്പിലുള്ള ശുശ്രൂഷകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അവരുടെ ഒരു ജ്ഞാനമതം ഉണ്ടായിരുന്നു. ദൂതന്മാരെ കൂടെ ആരാധിക്കാം, ദൈവത്തെ മാത്രമല്ല ദൂതന്മാരെ കൂടെ ആരാധിക്കുന്നതിൽ പ്രശ്നമില്ല, ദൂതാരാധന പ്രശ്നമില്ല എന്നൊരു ചിന്ത ജ്ഞാനമതക്കാരുടെ ഇടയിൽ നിന്ന് അവരുടെ അകത്തേക്ക് കയറുവാനിടയായി. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു പദം അപ്പോസ്തലനായ പൗലോസ് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. വേറെ പഠിപ്പിക്കലുകൾ നിങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് കടന്നു വരാൻ പാടില്ല. ജ്ഞാനപദത്തിന്റെ സ്വാധീനം, തത്വജ്ഞാനത്തിന്റെ സ്വാധീനം, വഞ്ചനകൾ ഒന്നും നിങ്ങളുടെ അകത്ത് കയറുവാനായി പാടില്ല. അവരന്ന് നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ള ചിന്ത പറയുന്നുണ്ട്. കൊലോസ്യർ 2:18 ദൂതാരാധനയെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തിട്ട് അപ്പോസ്തലൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താഴ്മയിലും. അപ്പോൾ ചിലരുടെ അകത്ത് ക്രിയേറ്റീവായി ഉണ്ടാക്കുന്ന താഴ്മ, അങ്ങനെയുള്ളവരുണ്ട് അല്ലേ? താഴ്മയുള്ളവരൊന്നും അല്ല സത്യത്തിൽ അല്ലേ? പക്ഷെ കാണുമ്പോൾ ഒരു താഴ്മ തരിക്കും അല്ലേ? അകത്തൊരു താഴ്മയൊന്നുമില്ല, പക്ഷെ ക്രിയേറ്റീവായിട്ട് താഴ്മ ഉണ്ടാക്കും. സന്യാസ ജീവിതം നയിക്കുന്നവരാണ് കൂടുതൽ അവിടെ ഈ ജ്ഞാനമതത്തിൽ ഉൾപ്പെട്ടിരുന്നവർ. അവർ കൂടുതൽ താഴ്മ പുറമേ കാണിക്കും. അവിടെ അകത്ത് ഭയങ്കര നീരസവും ദേഷ്യമൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു താഴ്മ, അപ്പോൾ ഒരു താഴ്മ അവരുടെ ഇടയിൽ കാണിക്കുന്ന ഒരു താഴ്മ ഉണ്ടായിരുന്നു. അത് എന്ത് സ്വഭാവങ്ങളായാലും എന്ത് ക്യാരക്ടർ ആയാലും നമ്മുടെ ജനുവിനായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരാതെ അഭിനയിക്കുന്നതെല്ലാം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ താഴ്മ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു വൃന്ദം അവരുടെ ആ സഭ കൂടിവരവുകളിൽ നുഴഞ്ഞു കയറിയിരുന്നു. അപ്പോൾ ആ താഴ്മയിലും മാത്രമല്ല അവർ ദൂതന്മാരെ ആരാധിക്കുന്നവരാണ്. ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും ദൈവം കൊടുക്കുന്ന വെളിപ്പാടുകളോ സ്വപ്നങ്ങളോ ഒന്നും അല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് പറയും. അങ്ങനെയുള്ള ദേവദാസന്മാരും അല്ലേ ബന്ധുക്ക സമൂഹത്തിലൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അല്ലേ? അവരെന്ത് ചെയ്തു? അവരുടെ ചിന്തകളിൽ വരുന്ന, സ്വന്തം ദർശനങ്ങളിൽ വരുന്ന കഥകളും സ്വപ്നങ്ങളും ഒക്കെ വിശദീകരിച്ച് ദൈവസഭയെ നശിപ്പിക്കുവാൻ നോക്കുന്നവരുണ്ട്. അതുപോലെ ജ്ഞാനമതത്തിലുള്ള ചില വിഭാഗം സ്വന്തം ദർശനങ്ങളിൽ ആശ്രയിക്കുന്നവരായിരുന്നു, അതിൽ രസിക്കുന്നവരായിരുന്നു. ദൂതന്മാരെ ആരാധിക്കുന്നവരും ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നവരും ആയിരുന്നു. തന്റെ ജഡമനസ്സിൽ വെറുതെ ചേർക്കുകയും. അപ്പൊ നിങ്ങളുടെ വിരുദ് തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം അവിടെ ഉണ്ട്. അവരെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ദൂത ഈ കൊലോസ്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് കൈമാറുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം യഹൂദ വാദക്കാരായിരുന്നു, യഹൂദ മതവിഭാഗക്കാരായിരുന്നു. യഹൂദ മതത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മളൊന്ന് തൊട്ടുപോയായിരുന്നു അല്ലെ? പരിച്ഛേദന അല്ലെ, ശബത്ത്, ഇതൊന്നും അപ്പോൾ വിശ്വാസത്തിൽ വന്നവരാണ്. അപ്പോൾ ഈ യഹൂദ ജനത്തിനിടയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവര് ഇവരൊക്കെ ഈ യഹൂദ ജനത്തിന്റെ പാരമ്പര്യ പ്രമാണങ്ങൾ അവർ പാലിക്കണമെന്ന് നിശ്ചയം പിടിച്ചിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് യഹൂദ മതവാദക്കാർ എന്നവരെ പറയുന്നത്. അവർ പറയും രക്ഷിക്കപ്പെട്ടിട്ട് കാര്യമില്ല, സ്നാനപ്പെട്ടിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കാര്യമില്ല, പരിച്ഛേദന ഏൽക്കണം, ശബത്ത് ആചരിക്കണം, കർമാചാരങ്ങളുണ്ട്, പാരമ്പര്യ നിയമങ്ങളുണ്ട്, പാരമ്പര്യ ആരാധനകളുണ്ട്, അതൊക്കെ സംബന്ധിക്കണം. എന്നാൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ എന്ന് യഹൂദ മതവിഭാഗത്തിൽപ്പെട്ടവർ, വിശ്വാസം വന്നവർ അവരെ പ്രേരിപ്പിച്ച് അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ജാതികളിൽ നിന്ന് വിശ്വാസം വന്നവരെ അവർ പ്രേരിപ്പിക്കും. അവർ പറയാൻ നിങ്ങൾ പരിച്ഛേദനയാക്കണം, രക്ഷിക്കപ്പെട്ടാൽ പോരാ, സ്നാനപ്പെട്ടാൽ പോരാ, പരിച്ഛേദനയാക്കണം, ശബത്ത് ആചരിക്കണം. അപ്പോൾ യഹൂദ മതവിഭാഗത്തിനെതിരെയുള്ള ചില ശബ്ദങ്ങളും ഈ ലേഖനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറന്നു കിടക്കുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവരുടെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു.
ഉണ്ടായിരുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് മറഞ്ഞു കിടന്ന ഒരു മർമ്മം ഉണ്ടായിരുന്നു. യഹൂദ ജനത്തെ നോക്കി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയിൽ കൂടെ പരിശുദ്ധാത്മാവിൽ എഴുതുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ പഴയ നിയമ പ്രവാചകന്മാരുണ്ടായിരുന്നു, പൂർവ്വകാലങ്ങളിൽ ദൈവത്താൽ പ്രയോജനപ്പെട്ടവരുണ്ടായിരുന്നു, എന്നാൽ അവർക്ക് മറഞ്ഞു കിടന്നിരുന്നൊരു മർമ്മമുണ്ട്. ഹല്ലേലൂയ, ഈ പാരമ്പര്യ അനുഭവങ്ങളിൽ കൂടെ കടന്നു വന്നാൽ മാത്രമേ ദൈവത്തെ സേവിപ്പാനും സ്നേഹിക്കുവാനും കഴിയത്തുള്ളൂ. നിങ്ങളുടെ വ്യക്തമായ ചിന്തകളും പഠിപ്പിക്കലുകളെയും പൊളിച്ചു കളയേണ്ടതിനായി ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, അവർക്ക് മറഞ്ഞിരുന്നൊരു മർമ്മം ഉണ്ടായിരുന്നു. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും, അബ്രഹാം മുതലുള്ള തലമുറകൾക്കും പൂർവ്വകാലങ്ങൾക്കും മറഞ്ഞു കിടന്നിരിക്കുന്ന ഒരു മർമ്മം ഉണ്ടായിരുന്നു. ആ മർമ്മം ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, അതെന്താണ്? അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ജാതികളിൽപ്പെട്ടവരാണ്. ഈ വിശ്വാസത്തിലേക്കും ഈ ശുശ്രൂഷയിലേക്കും ഈ വെളിപ്പാടിലേക്കും കടന്നു വരുവാൻ വേണ്ടിയുള്ള യാതൊരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. എന്നാൽ ഈ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്, ഈ മഹിമാധനം നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഇന്ന് ഈ ആരാധനാലയത്തിൽ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നത്. അവർ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അപ്പോൾ നമുക്കറിയാം, കൊർന്നല്യോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് അപ്പോസ്തലൻ ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകമായ ദർശനം അവർക്ക് കൊടുത്തിട്ട് ഹല്ലേലൂയ, യഹൂദന്മാരെ മാത്രമല്ല ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ജാതികളെയും കൂടെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ഏത് ജാതിയിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, അന്യഭാഷ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രവചനം കൊടുക്കുന്ന ദൈവമുണ്ട്. യഹൂദന്മാരെ ദൈവം എങ്ങനെ ആത്മാവിൽ നിറച്ചോ അതുപോലെ ജാതികളെയും ആത്മാവിൽ നിറയ്ക്കുന്ന മുഖപക്ഷമില്ലാത്തൊരു ദൈവത്തെ ഹല്ലേലൂയ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ, അതേ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇതൊരു മർമ്മമാണ്, ജാതികൾക്കൂടെ വെളിപ്പെട്ടു കിട്ടിയ മർമ്മം, ജാതികൾക്കൂടെ ദൈവം പകർന്നു കൊടുത്ത മർമ്മം. ആ മർമ്മം എന്താണെന്ന് അറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. വിശ്വാസമുണ്ടായി രാത്രി. ഹല്ലേലൂയ. ഏതെങ്കിലും കല്ലിലോ മരത്തിലോ മലയിലോ ഒന്നുമല്ല ദൈവം ഇരിക്കുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു. യെരൂശലേം ദേവാലയത്തിലുമല്ല ദൈവം ഇരിക്കുന്നത്, വഴികരിക്കപ്പെട്ട ഏതെങ്കിലും ബിൽഡിങ്ങിലുമല്ല ദൈവം ഇരിക്കുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരിലും ഇതിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. യഹൂദ മതക്കാരെ, പാരമ്പര്യവാദക്കാരെ, യഹൂദ ജനമേ, നിങ്ങളിൽ മാത്രമല്ല കർത്താവ് ഇരിക്കുന്നത്, വിശ്വാസത്തിൽ വന്ന നിങ്ങളിൽ മാത്രമല്ല കർത്താവ് ഇരിക്കുന്നത്, ജാതികളിലും ആരുണ്ട്? ഹല്ലേലൂയ, അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ പ്രതീകമായിരിക്കുന്ന, മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു അവരിലും വാഴുന്നു എന്നുള്ള വെളിപ്പാട് കൊലോസ്യ സഭയ്ക്ക് നൽകി യഹൂദന്മാരെ ഉണ്ടാവാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് അവിടെ ഉണ്ടായിരുന്നത് സന്യാസവാദമായിരുന്നു. സന്യാസവാദം, നമുക്കറിയാം സന്യാസം എന്താണെന്ന് അറിയാം. ഹല്ലേലൂയ, സന്യാസം എന്ന് പറയുന്നത് മറ്റ് ലോകത്തിന്റെ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ, നമുക്കറിയാം സന്യാസിമാരെ കണ്ടിട്ടുള്ളവരുണ്ടോ? അവരെന്ത് ചെയ്യും? ലോകത്തിന്റെ ഒരു കാര്യങ്ങളും ഇടപെടത്തില്ല. അവരുടെ കുടുംബത്തെ അവർ ഉപേക്ഷിക്കും, തലമുറകളെ ഉപേക്ഷിക്കും. പ്രായമാകുന്ന സമയത്താണ് സന്യാസ ജീവിതത്തിലേക്ക് സാധാരണ ആൾക്കാർ പ്രവേശിക്കുന്നത്. അവരെന്ത് ചെയ്യും? കുടുംബത്തെ മാറ്റി നിർത്തും, മക്കളെ മാറ്റി നിർത്തും, ഏതെങ്കിലും മലയുടെ മുകളിലോ ഗുഹകളിലോ ഒക്കെ പോയിരുന്ന് ദൈവത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കും. സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്യാസിമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ സന്യാസവാദം അവിടെ ഉണ്ടായിരുന്നു. ലോകവുമായി ഒരു ബന്ധവും പാടില്ല എന്നുള്ള പഠിപ്പിക്കൽ, ലോകവുമായി ചേരാൻ പാടില്ല എന്നുള്ള പഠിപ്പിക്കൽ, ഒരു ബന്ധവും പാടില്ല എന്നുള്ള പഠിപ്പിക്കലും സന്യാസമതത്തിന്റെ ഭാഗമായിരുന്നു കാണാൻ കഴിയും. അവരെ കൂടെ കണ്ടിക്കുന്നതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങളിൽ. 20 വാക്യം വായിച്ചു. കൊലോസ്യ 2:20. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസൃതമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത്, ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്തിന്? ഹല്ലേലൂയ. പെന്തക്കോസ്തിലുണ്ടോ അങ്ങനെ? ഉണ്ടോ? ഉണ്ടായിരിക്കാം അല്ലേ? വൈകിട്ട് തന്നെ ഇടണം അല്ലേ? ഈശോ പഠിച്ചിരിക്കണം. നമ്മുടെ അകത്തും ചില പിടിക്കരുത്, തുടരുത്, ചെയ്യരുത് എന്നുള്ള പഠിപ്പിക്കലുകളുണ്ടല്ലേ അല്ലേ? അപ്പോൾ ഈ പിടിക്കരുത്, തുടരുത്, ചെയ്യരുത്, നോക്കരുത്, കാണരുത്, ഇതിനുള്ള മാനുഷിക നിയമങ്ങൾ, ആ മാനുഷിക നിയമങ്ങളെ വെച്ച്
വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ തത്രപ്പാടുകളാണിത്. വിശുദ്ധി ദൈവം പകരുന്ന ആ ചിന്തയിലേക്ക് നമ്മൾ വരും. വിശുദ്ധി ദൈവം പകരുന്നതാണ്. ദൈവം ഒരു മനുഷ്യന് പ്രത്യേകമായി പകരുന്ന ഒന്നാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നാം ബന്ധപ്പെടണം, അത് തെറ്റല്ല. പക്ഷേ വിശുദ്ധി ദൈവം പകരുന്നതാണുള്ള ചിന്തകളോട് നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ അത് നോക്കരുത്, ഇത് കാണരുത്, അത് ചെയ്യരുത് എന്നുള്ള മാനുഷിക കൽപ്പനകൾക്കനുസൃതമായി ആ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന സന്യാസ മതത്തെ അദ്ദേഹം ശാസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിടിക്കരുത്, ചുരിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? അപ്പൊ മാനുഷികമായ ചില ചട്ടങ്ങൾ കൊണ്ട് അപ്പൊ പരീക്ഷന്മാരെ കർത്താവ് ശാസിക്കുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മാനുഷികമായ കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ ദൈവകൽപ്പനയോട്ട് അനുസരിക്കുന്നതുമില്ല അല്ലേ? നിങ്ങൾ വെള്ളം തേച്ച ശവക്കല്ലറകളെ പോലെ അകമെല്ലാം ചീഞ്ഞ് പഴുത്ത് നാറിയിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യുക, പുറമെ നോക്കുമ്പോൾ നല്ല കുപ്പായൊക്കെ ഇട്ട് നല്ലതായി നടക്കുന്നു, അകം മോശമാണ് അല്ലേ? കിണ്ടിക്കിടങ്ങളുടെ കാര്യമൊക്കെ കർത്താവ് പറയുന്നുണ്ട്. പുറമെ വെളിപ്പാക്കിയത് കൊണ്ട് കാര്യമില്ല, അകം ശുദ്ധീകരിക്കപ്പെടണം. അകം ക്ലീൻ ചെയ്താൽ അകം പാത്രത്തിന്റെ അകം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ വെള്ളം അപ്പുറത്തും പോയി പാത്രത്തിന്റെ ഔട്ട്സൈഡിലൂടെ ഓട്ടോമാറ്റിക്കായി ക്ലീൻ ആകും. അപ്പൊ പുറമേ അല്ല ക്ലീൻ ചെയ്യേണ്ടത്, അകത്ത് ക്ലീൻ ആകണമെന്നുള്ള ദൂത പരീക്ഷന്മാർക്ക് കർത്താവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ചില നിയമങ്ങൾ വച്ചല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും ക്രിസ്തുവിനോടുള്ള ആർദ്രതയിലുമാണ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിലാണ് വിശുദ്ധ ജീവിതം വെളിപ്പെടുന്നത്. കർത്താവിനോട് സ്നേഹബന്ധം ഉള്ളതുകൊണ്ടാണ് തെറ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് വിശുദ്ധ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെയല്ല, എന്താ മാനുഷിക കൽപ്പനകൾ കൊണ്ടല്ല, അത് ചെയ്യരുത് ഇത് ചെയ്യുന്നുള്ള ചിന്തകൾ കൊണ്ടല്ല. അതുകൊണ്ട് സന്യാസവാദത്തെയും അദ്ദേഹം ഖണ്ഡിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമയം പോയല്ലോ. ഇനി കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ടോ എന്ന് ചിന്തയുണ്ട്. എങ്കിലും ഒന്ന് തുടങ്ങാം. 3-ന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദുർനടപ്പ് അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നമ്മുടെ ഇടയിൽ പൊതുവേ ഉള്ള ധാരണ ഈ അടുത്ത കാലഘട്ടങ്ങളിലല്ല, കുറെ കാലഘട്ടങ്ങളിലായി പെന്തക്കോസ്തുകാരുടെ ന്യൂ ജനറേഷൻ ചർച്ചുകളുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിലും ഒക്കെ ഉള്ള ഒരു ചിന്തയുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ്, അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാം, നമുക്ക് രക്ഷ ഉറപ്പായിരിക്കുന്നു, നമുക്ക് സ്വർഗം ലഭിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ, നമുക്ക് ഇനി നാം നരകത്തിലേക്ക് പോകത്തില്ല, അതുകൊണ്ട് ഇനിയും തുടർന്നുള്ള ജീവിതം തെറ്റുകളൊക്കെ ചെയ്ത് ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള പഠിപ്പിക്കൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനി പാപം ചെയ്തുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ള ചില പഠിപ്പിക്കലുകൾ നമ്മുടെ വിഭാഗങ്ങൾക്കകത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കൊലോസ്യ സഭയിലും ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടതല്ലേ, സ്നാനപ്പെട്ടതല്ലേ, വിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതല്ലേ, ഇനി ഞങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം, ആരും ചോദ്യം ചെയ്യാനില്ല, കർത്താവ് ക്ഷമിക്കും എന്നുള്ള ചിന്തകൾ കൊലോസ്യ സഭയ്ക്ക് അകത്ത് ചിലരിൽ നുഴഞ്ഞു കയറിയിരുന്നത് കൊണ്ടാണ് അവരോട് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ എഴുതുകയാണ്, അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ്, അശുദ്ധി, വിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് ചിലത് മരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് പടർന്നു കയറാൻ ശ്രമിക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ മരിപ്പിച്ച് കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കണം. പഴയ മനുഷ്യൻ ഉയർന്നു വരുവാൻ, നമ്മൾ ഉപേക്ഷിച്ച് ഉരിഞ്ഞു കളഞ്ഞ പഴയ മനുഷ്യൻ വീണ്ടും ഉയർന്നു വരാൻ അനുവദിക്കാതെ ഈ വക പാവങ്ങൾ നിങ്ങളെ മരിപ്പിക്കണമെന്നുള്ള ചിന്ത അവിടെ കൊടുക്കുന്നുണ്ട്. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടോണ്ടമേ വരുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഈ പാപങ്ങളിലൂടെ കടന്നുപോയാൽ ദൈവശിക്ഷ ഉണ്ടാകും. അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ഒരു മാസം ആരും പ്രസംഗിക്കാത്തൊരു കാര്യമാണ് അല്ലേ, നമ്മൾ പലപ്പോഴും മറന്നു പോവുകയും വിട്ടുകളയുകയും ചെയ്യുന്ന കാര്യമാണ്. അനുസരണം കെട്ടവരുടെ മേൽ ഒരു ദൈവകോപമുണ്ട്. ഹല്ലേലൂയ. ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള അവയവങ്ങളിൽ ജീവിക്കുന്നവർക്ക് അനുസരണം കെട്ടവരാണ് അവരുടെ മേൽ ദൈവകോപം. ഈ കൊലോസ്യ സഭയോടാണ് സംസാരിക്കുന്നത്, പുറത്തുള്ള ജാതികളോടല്ല. കൊലോസ്യ സഭയോട് ദൈവം സംസാരിക്കുകയാണ്. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ അവയിൽ നിങ്ങൾ നടന്നവരായിരുന്നു. നിങ്ങൾ സഭയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളും ആ രീതിയിലൊക്കെ നടന്നവരായിരുന്നു. ഈർഷ്യ അല്ലേ, ഇപ്പോഴോ ഈ പാപങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചോദന ചെയ്തോ. എന്തൊക്കെയാണ്? കോപം അല്ലേ, കോപമുണ്ടോ? ക്രോധമുണ്ടോ? ഈർഷ്യയുണ്ടോ? വായിൽ നിന്ന് വരുന്ന ദൂഷണം അല്ലേ, ദുർഭാഷണം, ഇതൊക്കെയും
രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാലും ദൈവസഭയിൽ കൂട്ടായ്മ ആചരിച്ചാലും കൊലോസ്യ സഭക്കാരോട് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ എഴുതുകയാണ്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നവരായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇത് തുടരാൻ അനുവാദമില്ല. ഈർഷ്യ ഉണ്ടാകരുത്, കോപമുണ്ടാകരുത്, ക്രോധമുണ്ടാകരുത്, ദൂഷണം ഉണ്ടാകരുത്, ദുർഭാഷണം ഉണ്ടാകരുത്. മാത്രമല്ല അന്യോന്യം, അയ്യോ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, കള്ളം പറയാനും പാടില്ല, അന്യോന്യം ഓഷ്ക് പറയാനും പാടില്ല. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടും കൂടെ ഉരിഞ്ഞു കളഞ്ഞ്, എപ്പോഴാണ് ഉരിഞ്ഞു കളഞ്ഞത്? നിങ്ങളുടെ പഴയ മനുഷ്യൻ നമ്മളെപ്പോഴാണ് ഉരിഞ്ഞു കളഞ്ഞത്? നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ അകത്തൊരു തീരുമാനം എടുത്തായിരുന്നല്ലേ, നമ്മുടെ പഴയ മനുഷ്യൻ നമ്മൾ ഉരിഞ്ഞു കളയുകയാണ്. ജലത്തിൽ പഴയ മനുഷ്യൻ അടക്കപ്പെടുകയാണ്. അതിന്റെ സ്നാനം അതിനാണ് കാണിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കാണുന്നത് അല്ലേ. സ്നാനം എന്താണ്? നമ്മുടെ പഴയ മനുഷ്യൻ അടക്കപ്പെടുകയാണ്, കർത്താവിനോടുകൂടെ അടക്കപ്പെട്ടു. പഴയ മനുഷ്യന്റെ ഒരു സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്നുള്ള തീരുമാനത്തോടെ വരുന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വരുന്നുണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് തലമുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ തീരുമാനമായിരുന്നു ഇനി ആ പഴയ മനുഷ്യൻ ജീവിച്ചെഴുന്നേൽക്കുകയില്ല, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. ഇനി പുതിയ മനുഷ്യൻ പരിശുദ്ധാത്മാവിലുള്ള ഉയർത്തെഴുന്നേറ്റ പുതിയ മനുഷ്യനെ നാം ധരിക്കുന്നു എന്നുള്ള സ്നാനം നമ്മൾ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടും കൂടെ ഉരിഞ്ഞു കളഞ്ഞ്, അല്ലേ? ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാനെന്ത് ചെയ്ത് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ കിടന്ന് രാത്രി ഉറങ്ങുമോ? ഇല്ല. ഞാൻ ചെന്ന ഉടനെ ഈ ഷർട്ട് മാറ്റിയിട്ട് നൈറ്റിൽ ഇടുന്നതിന് ഷർട്ട് ഇടും. ഉരിഞ്ഞു കളയുക, ഉപേക്ഷിക്കുക. അതുപോലെ നമ്മുടെ പഴയ ജീവിതത്തെ, പഴയ മാലിന്യങ്ങളെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുക. നമുക്കൊരു തേജസ് ലഭിച്ചിട്ടുണ്ട്, നമുക്കൊരു പരിശുദ്ധാത്മ നിറവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ മാറിയിട്ട് ഒരു പുതുക്കമുള്ള മനുഷ്യൻ നമ്മുടെ അകത്ത് വന്നിട്ടുണ്ട്. ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നല്ലേ. പഴയ മനുഷ്യൻ മരണപ്പെട്ടു പോയിരിക്കുന്നു, ഇത് പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ മനുഷ്യനെ നാം ധരിച്ചിരിക്കുകയാണ്. അവന്റെ പ്രതിമപ്രകാരം കർത്താവിനോട് അനുരൂപമാകേണ്ടതിന് കർത്താവ് നമ്മെ ഈ ലോകത്തിൽ തന്നെ പുതിയ മനുഷ്യന്റെ തേജസ്സിനെ ധരിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, അല്ലേ? അത് ഒരിക്കൽ അവനോട് നമ്മൾ അനുരൂപപ്പെടും. അതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി പുതിയ മനുഷ്യനെ നാം ധരിച്ചിരിക്കുകയാണ്. അതിൽ യവനനും ഇല്ല, കണ്ടോ? അവിടെ യവനെന്നോ യഹൂദനെന്നോ അല്ല, നമ്മൾ നിർത്താൻ പോവുകയാണ്. യവനെന്നോ യഹൂദനെന്നോ ഇല്ല, പരിച്ഛേദന അവിടെ ഇല്ല, അഗ്രകർമ്മം അവിടെ ഇല്ല. ബർബരനാകട്ടെ, ശകനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാണ്. കണ്ണുകളെ അടച്ചു. ഈ ദൈവസഭ പല ടൈപ്പ് ആൾക്കാര് കൂടിയ ദൈവസഭയായിരുന്നു. സാമ്പത്തികമായി ധനസംബന്ധമായി ഉയർന്നവരായിരുന്നു, സാമ്പത്തിക കുറഞ്ഞുള്ളവരുണ്ടായിരുന്നു, അടിമകളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ദാസന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, യജമാനന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സഭയോട് യവന്മാര്, യഹൂദന്മാരുണ്ടായിരുന്നു, യഹൂദവാദക്കാരുണ്ടായിരുന്നു, അതുപോലെ ജ്ഞാനമതത്തിൽ വിശ്വസിക്കുന്ന ചിലരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരോട് അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്. ക്രിസ്തു എല്ലാവരിലും ഒരുപോലെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. സാമ്പത്തികം നോക്കിയല്ല കർത്താവ് വ്യാപരിക്കുന്നത്, സൗന്ദര്യം നോക്കിയല്ല കർത്താവ് വ്യാപരിക്കുന്നത്, എന്തെങ്കിലും കഴിവുകൾ നോക്കിയല്ല കർത്താവ് വ്യാപരിക്കുന്നത്, ഉയർച്ച താഴ്ചകൾ നോക്കിയല്ല കർത്താവ് വ്യാപരിക്കുന്നത്, സമൂഹത്തിലുള്ള സ്ഥാനങ്ങളോ മാനങ്ങളോ നോക്കിയല്ല കർത്താവ് വ്യാപരിക്കുന്നത്. നിങ്ങൾ എല്ലാവരിലും, നിങ്ങൾ സഭയാകുന്നെങ്കിൽ കൊലോസ്യ സഭയെ നിങ്ങളിൽ എല്ലാവരിലും ഒരുപോലെ ക്രിസ്തു വ്യാപരിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. ഒരു പ്രാവശ്യമാണ് ഉരിഞ്ഞു കളയേണ്ടത്, അല്ല, നാളെ ഉരിഞ്ഞു കളയണം, നാളെ രാത്രിയിൽ ഉരിഞ്ഞു കളയണം, മറ്റന്നാൾ ഉരിഞ്ഞു കളയണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് പുതുമനുഷ്യനെ നാം ധരിച്ചുകൊണ്ടിരിക്കണം. അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. രക്ഷിക്കപ്പെട്ട ഒരു നാൾ നമുക്കുണ്ട്, പക്ഷേ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക, മാനസാന്തരത്തക്കുള്ള ഫലം കാഴ്ചക്കൊണ്ടിരിക്കുക, ഓരോ നിമിഷവും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പാപങ്ങൾ പിന്തുടരുവാൻ നാം അനുവദിക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുക, നിങ്ങളുടെ ഇടയിലുള്ള ഈ പാപങ്ങൾ നിമിത്തം അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഹല്ലേലൂയ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതുമനുഷ്യനിൽ മൂവ് ചെയ്യുവാൻ കർത്താവിനോട് ചേർന്ന്, നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയോട് ചേർന്ന്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ബന്ധപ്പെടാനുള്ളതിലൂടെ ഹല്ലേലൂയ കൊലോസ്യ സഭയ്ക്ക് ദൈവം കർത്താവിന്റെ അഭിഷേകം കൈമാറുന്നുണ്ട്. ഇത് രാത്രി വിവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കേട്ട വചനത്തിൽ നമ്മെ ഏൽപ്പിക്കാം. ഉണർവിന്റെ ദൂതുകളല്ല എങ്കിലും